CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കുന്നംകുളത്തെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമാകുന്ന റിംഗ് റോഡ് പദ്ധതിയുടെ ഭാഗമായി സാമൂഹ്യാഘാത പഠനത്തിന്റെ പൊതുവാദം കേൾക്കൽ നടന്നു. തൃശൂർ കുറ്റിപ്പുറം ചാവക്കാട് വടക്കാഞ്ചേരി പാതകൾ സംഗമിക്കുന്ന കുന്നംകുളത്ത് ദീർഘദൂര വാഹനങ്ങളെ നഗരത്തിൽ പ്രവേശിപ്പിക്കാതെ തിരിച്ചുവിടുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതിക്ക് ഏകദേശം 72 കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. കുന്നംകുളം നഗരത്തിന്റെ പൈതൃകാഘോഷമായ പിണ്ടിപ്പെരുന്നാളിന് വർണ്ണാഭമായ പരിസമാപ്തി. ആഘോഷങ്ങളുടെ ഭാഗമായി നഗരസഭയുടെ നേതൃത്വത്തിൽ MJD സ്കൂൾ അങ്കണത്തിൽ ചവിട്ടുനാടകം അരങ്ങേറി. കേന്ദ്ര കൃഷി കർഷകക്ഷേമ സഹമന്ത്രി രാംനാഥ് ടാക്കൂറും സംഘവും വേലൂരിൽ. കർഷക പുരസ്കാര ജേതാവ് ദിലീപ് കുമാറിന്റെ കൃഷിയിടം സന്ദർശിച്ചു. ഇത്തരം കൃഷിരീതികൾ ബീഹാറിലും സാർവത്രികമാക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് കേന്ദ്രമന്ത്രി. ചാവക്കാട് പുന്ന LDF 5-6 വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നഗരസഭാ ചെയർമാൻ AH അക്ബറിന് സ്വീകരണം നൽകി. പുന്ന സെന്ററിൽ നടന്ന സ്വീകരണം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. മന്നലാങ്കുന്ന് ജുമാ മസ്ജിദിന് പടിഞ്ഞാറ് ഭാഗത്ത് തീപിടുത്തം. കറുത്താക്ക ആലിയ അഹമ്മദ് ഉണ്ണിയുടെ പറമ്പിലും തേച്ചൻപുരയ്ക്കൽ ഷാജിയുടെ വീട്ടുപറമ്പിലുമാണ് തീ പടർന്നു പിടിച്ചത്. പരിസരവാസികളും നാട്ടുകാരും ചേർന്ന് തീയണച്ചു. ചാലിശ്ശേരിയിൽ നടക്കുന്ന 13ാമത് കുടുംബശ്രീ ദേശീയ സരസ് മേളയിലെ സുസ്ഥിര തൃത്താല പവലിയനിൽ ഒരുക്കിയ തൃത്താലയുടെ വികസന മിനിയേച്ചർ ശ്രദ്ധേയമാകുന്നു. തവനൂർ കേളപ്പൻ മെമ്മോറിയൽ GVHS സ്കൂളിൽ നിന്ന് വിരമിച്ച ചിത്രകലാധ്യാപകൻ ഗോപു പട്ടിത്തറയാണ് കലാസൃഷ്ടി ഒരുക്കിയത്. ദേശീയ സരസ് മേളയുടെ സാംസ്കാരിക വേദിയിൽ സംഗീതത്തിന്റെ മാന്ത്രികത പെയ്തിറങ്ങി. മലപ്പുറം വെളിയങ്കോട് സ്വദേശിനി ഗംഗാ ശശിധരന്റെ ഗംഗാതരംഗം വയലിൻ ഫ്യൂഷൻ കാണാൻ ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ കുഷ്ഠരോഗ നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ ഭാഗമായുള്ള ഗൃഹസന്ദർശനം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. മറ്റം സെന്റ് തോമസ് ഫൊറോന ഇടവകയിലെ ഉണ്ണീശോ കുടുംബ കൂട്ടായ്മയുടെ വാർഷികം ആഘോഷിച്ചു. പന്നിശ്ശേരി തലക്കോട്ടൂർ വിൻസെന്റിന്റെ വസതിയിൽ നടന്ന വാർഷികാഘോഷം മറ്റം സെന്റ് തോമസ് ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി ശങ്കരൻകാവ് ഭഗവതി ക്ഷേത്രത്തിൽ മകരപത്താഘോഷത്തിന്റെ കൊടിയേറ്റും പറപുറപ്പാടും നടന്നു. ജനുവരി 24-ാം തീയതി ശനിയാഴ്ചയാണ് മകരപത്താഘോഷം. മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ മലബാറിലെ സുവിശേഷ കവാടം എന്നറിയപ്പെടുന്ന 1907 സ്ഥാപിതമായ ചാലിശ്ശേരി മാർത്തോമ ഇടവകയുടെ നവീകരിച്ച ദേവാലയത്തിന്റെ കൂദാശ നടത്തി. 1 നൂറ്റാണ്ടിലധികം പഴക്കവും ചരിത്ര പ്രാധാന്യവുമുള്ള ദേവാലയം കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലായതിനെ തുടർന്ന് പഴമ നഷ്ടപ്പെടാതെയാണ് നവീകരിച്ചിരിക്കുന്നത്. ജപ്പാൻ ഷോട്ടോക്കാൻ കരാട്ടെ അസോസിയേഷൻ ഇന്ത്യയുടെയും ചൂണ്ടൽ ലയൺസ് ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നാഷണൽ ഓപ്പൺ കരാട്ടെ ചാമ്പ്യൻഷിപ്പും ലഹരിവിരുദ്ധ ക്യാമ്പയിനും ജനുവരി 10-ന് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കണ്ടാണശ്ശേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ എക്സൽസിയർ LP സ്കൂൾ വായനശാലയിലേക്ക് പുസ്തകങ്ങളും അലമാരയും വിതരണം ചെയ്തു. ജാർഖണ്ഡിൽ നടന്ന നാഷണൽ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിൽ റിതമിക് യോഗയിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ ഋഷികേശിനെ കാട്ടകമ്പാൽ പഞ്ചായത്ത് മെമ്പർ TS മണികണ്ഠൻ ഉപഹാരം നൽകി അനുമോദിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.